दैक्य दैक्य जगदीश्वरी जगदम्बिके നാനാസ്ത്രശസ്ത്രഗുണകന്മാരായ പോലിൽ മെടുക്കരായി വർത്തിപ്പോ തത്ര സന്തുഷ്ടന്മാരം രക്ഷക ചുറ്റിലും വാതിൽ നാലുണ്ട് മതിലും ഓരോന്നും കാവലാളുകൾ കാക്കുന്നു. ഭക്തരാഭടന്മാരോടുകൂടവേ ലോകമാതാവിനെ കണ്ടു കൂപ്പാനായി വന്ന ദേവകൾ വാതിൽ നിൽക്കുന്നുണ്ടാവുന്നു. തദ്വാഹനങ്ങളും പറന്നെത്തും നൂറ് നൂറ് വിമാനങ്ങളുടെ ഒച്ചയും മണികിലുക്കവും സൈന്ധവങ്ങൾ തമ്മിൽ ഗുരുനാഥവും തിരക്കൊഴിക്കാൻ ചൂറിൽ പ്രയോഗങ്ങൾ നടത്ത ദേവീഗണങ്ങൾ തന്നാർക്കും അശ്വപിടച്ചിരയ്ക്കലും ദേവസേവകൃതൻ കൊക്കുവിളികളും കൊണ്ട് സർവകാമുഖരീകളുടെ മധ്യേശവും നിന്നും തിരിയാവിധം നീർ നിറഞ്ഞ തടാകങ്ങളിലുമുണ്ട്. അങ്ങ് കാണുവാൻ പൂവനപ്പെടുപൊട്ടേറെ ഇരുന്നപ്പുറത്ത് ഓടുകളുണ്ട്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇനി നമ്മള് മണിദ്വീപത്തിലേക്കുള്ള മൂന്നാമത്തെ കോട്ടയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കഥാസ്വരൂപത്തിൽ ചെമ്പുകൊണ്ടുള്ളതായ കോട്ടയാണ്. നമ്മുടെ ശരീരത്തിനോട് വിളിക്കുമ്പോൾ മണിപൂരകം എന്ന് പറയുന്നതായ ആധാരമാണ്. നാഭിപ്രദേശത്ത് 10 ഇതളുകളുള്ള ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ച് ആ താമരയുടെ മധ്യഭാഗത്തായി ചൈതന്യവത്തായിരിക്കുന്ന ഭഗവതിയെ പ്രകാശസ്വരൂപമായിട്ട് സങ്കല്പിക്കുക. മുമ്പത്തെ കോട്ടകൾ 100 മടങ്ങഴകു ചേർന്നതായി എന്നും ഇക്കോട്ടകൾ കാണാം. ഒട്ടേറെ ഗോപുരങ്ങളെ എന്നും തളർത്തും പുഷ്പിച്ചും കാഴ്ച നിൽക്കും മരങ്ങളും പോലും പൂമ്പൊടി എന്നതായി കാണാം. ആ 2 മതിലിനിടയിൽ പല കാവുകൾ ും പാച്ചോറ്റിയും കുന്നുമരം നെന്മാവികലഞ്ഞിയും നിരടും മലമന്താരം ദേവതാഗ്രമങ്ങളും നീർക്കടം വയലും പ്രാവും കുമിഴും മുജുബന്ധമുമ്പേ അത്തിയും കുപ്പമഞ്ഞം വിലബന്ധം കരിമ്പനാ നിർമ്മാണം പാചരികം മയിൽ ചെമ്മന്ത്രി വച്ചില്ല കൈക്കോലപ്പൊട്ടലും പൊന്നവരം കർപ്പൂരവൃക്ഷവും ചീറ്റുണ്ടലും മാതളവും മുളപ്പൂമരം ദാനകടിനാരകം നൽകുറുമഴി ചെമ്പത്തും പൊക്കുറിഞ്ഞും ഉമ്മത്ത് വച്ച് വളരെ നാഗപ്പോകാരകം ധ്രുവം നീലപ്പലകളും വെള്ളച്ചന്ദനം രക്തചന്ദനം കരം വൈകിത്തപ്പനയും നേരാൾ മാടാമ്പുഴയും മാമണക്കും കിടുകിണിപ്പാല ചേർമരം മംഗല പുളിയും കുടകപ്പാല കരിങ്ങാലി മരങ്ങളും പൂവളം മുല്ലയും പിച്ചി തുളസി വനങ്ങളും തരാ പാൽമരങ്ങളും ഒത്തിങ്ങുന്നോമുണ്ടൽ പൂവനങ്ങളും തടാകങ്ങളും ഒത്തിയെന്നും വിചാരിക്കുന്നു സർവരാ കുളിർപ്പൂന്നൽ പോകുന്ന കടമാർക്കും തരുക്കളും മൂടും പണ്ടുകളും പാടും കുയിലും ചെറുനൂരാവനം ആടപ്രാവുകളും തത്തകളും കിളിയും കംസജാലവും കൂകിയാടുന്ന മയിലും മുറ്റം പക്ഷികൾ വേറെയും പാറിയ ആടിക്കളിക്കേ ഓഞ്ചരകാലകം വനം തുള്ളി പാഞ്ഞുതവർക്കുന്ന മാൻകൂട്ടങ്ങൾ നിറഞ്ഞതായി തേനിരിപ്പൂമരവളം തുളുമ്പങ്ങളും തന്നലും പല നീർച്ചോലയും കാട്ടാറുകളും ചേർന്ന് നിൽപ്പനായി പഞ്ചേന്ദ്രിയങ്ങൾക്കും സുമധ്യ സമൃദ്ധമായി ഇതിനപ്പുറം സുഹൃത്തുക്കളെ, നമ്മള് മൂന്നാമത്തെ കോട്ട കഴിഞ്ഞു. ഇനി നമ്മള് നാലാമത്തെ കോട്ടയിലേക്ക് കടക്കുകയാണ്. ഈ മൂന്നിന്റെയും നാലാമത്തിന്റെയും ഇടയിലായിട്ടാണ് കൽപ്പക വൃക്ഷവും
മറ്റുള്ളതായ ദേവതകളും എല്ലാം നിൽക്കുന്നത് എന്നാണ് പറയുക. അടുത്തത് കാരീയം കൊണ്ടുള്ളതായ കോട്ടയാണ്. കഥാസ്വരൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അനാഹതമാണ്. നെഞ്ചിന്റെ മധ്യഭാഗത്തായി 12 ഇതളുകളുള്ള ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നതായും അതിന്റെ മധ്യഭാഗത്തിലെ പ്രകാശപുഞ്ചത്തിൽ ദേവിയുള്ളതായിട്ടും സങ്കല്പിക്കുക. അങ്ങനെ നെഞ്ചിന്റെ മധ്യഭാഗത്തിൽ താമര വിരിയിക്കണം. നിങ്ങൾ 12 ഇതള 1 2 3 4 ഇങ്ങനെ എണ്ണി അതിന്റെ നടുക്കു ഭാഗത്ത് ദേവിയെ ഇങ്ങനെ കാണുക കേട്ടോ. കോട്ടകമാളുന്ന കൽപ്പകം പുതുവാടി കാണാം തങ്കനിറപ്പൂക്കളെ അവതനിലയും കായുമെല്ലാം സ്വർണ്ണമയം പരിമളം ദശയോജനയോടും നറുമ്പോടി പുഷ്പസിംഹാസനസ്ഥനായി പുതുകൂമാലയും ചാട്ടി കുസുമാസമസ്തനായി സ്വഭാര്യമാർ മധുശ്രീയും മാധവശ്രീയുമായി സദാ പുഞ്ചിരിപ്പൂതുകിലും നൽപോ പന്തെറിഞ്ഞു കളിപ്പേരായി ആ പൂവനത്തിന്റെ കാവലാള വസന്തനെ രമ്യമപ്പൂവാടിക്കുന്ന പൂക്കളിൽ തട്ടപ്പൊങ്കങ്ങൾ വീശുന്നു സൗരഭം ചുറ്റുപാടിലും നാരിമാറി തുകയും ധർവരാടി പാടിക്കളിപ്പതായി അതിവിമാമനം വിളങ്ങിയിരുന്നു കാമന്റെ കളിപ്പും പന്തരായി സദാ ഇതിനും അപ്പുറത്തായി സാരീയത്തിന്റെ വന്മതിൽ ഏഴയോ പൊങ്ങി നിൽക്കുന്നു മന്നവാ. ഓ ശ്രീ മഹാദേവി. നാലാമത്തെ കോട്ട കഴിഞ്ഞു. നമ്മൾ 5ാമത്തെ കോട്ടയിലേക്ക് പോകുകയാണ്. ഈ 5ാമത്തെ കോട്ട എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരറിവാണ്. അത് വിശുദ്ധി ചക്രത്തിനും അനാഹത ചക്രത്തിനും നടുക്കുള്ളതായ ലംബിക എന്ന് പറയുന്നതായ ഒരാധാരമാണ്. ആ ആധാരത്തിലേക്കാണ് നമ്മൾ ഇനിയും പോകുന്നത്. പിത്തള കൊണ്ടുള്ളതായ കോട്ട ബാഹ്യലോകത്തിൽ. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് താമര ഇതൾ വിരിയുന്നൊന്നും സങ്കല്പിക്കാനില്ല. മറിച്ച് ഈ തൊണ്ടക്കുഴിയുടെയും നെഞ്ചിന്റെയും മധ്യഭാഗത്തിലായിട്ട് ഒരു പ്രകാശത്തെ സങ്കല്പിച്ച് ആ പ്രകാശത്തിൽ ജീവിയുള്ളതായിട്ട് കാണുക. യോജനയോട് വിടർന്ന് പൊന്നിറം പൂണ്ട പൂക്കളാണിതിലൊക്കെയോ അമൃതം പോയി മതുക്കൊന്നിതും കായ്കളും പഴങ്ങളും ഗ്രീഷ്മപാടിതന്റെ കാലക്ഷനായകൻ സുഖശ്രീയും ഗിരിശ്രീയും ഇവരും 2 ഭാര്യമാർ കാമപ്പെടും ചോടുപോക്കാൻ ഉള്ളിമണിക്കാട്ടിലേത്ത് നിരന്തരമടലിൽ ഇനി നമ്മള് 6ാമത്തെ കോട്ടയിലേക്ക് പോവുകയാണ്. ഇപ്പോഴ് അനാഹതത്തിനും വിശുദ്ധി ചക്രത്തിനും ഇടയിലാണ് ലംബിക എന്ന് പറഞ്ഞു. അവിടെയാണ് സന്താനം എന്ന് പറയുന്നതായ ദേവവൃക്ഷം നിൽക്കുന്നത്. ഇനി നമ്മൾ 5ാമത്തെ കോട്ട കഴിഞ്ഞ് 6ാമത്തെ കോട്ടയിലേക്ക് പോകുമ്പോഴാണ് ഹരിചന്ദനം നിൽക്കുന്നത്. 6ാമത്തെ കോട്ട വിശുദ്ധി ചക്രമാണ്. അതായത് നമ്മുടെ തൊണ്ടക്കുഴിയിൽ 16 ഇതളുകളുള്ള ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. കൈകൊണ്ട് എണ്ണണം, മനസ്സുകൊണ്ട് എണ്ണുക. 1 2 3 അങ്ങനെ 16 എണ്ണുക. എണ്ണിയിട്ട് അതിന്റെ മധ്യഭാഗത്തില് ആ പ്രകാശപുഞ്ചത്തിൽ
ദേവിയെ സങ്കല്പിക്കുക. അതാണ് ആറാമത്തെ കോട്ട. ഇത് പഞ്ചലോഹം കൊണ്ടുള്ള കോട്ടയാണ് കഥയിൽ. നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധി എന്ന് പറയുന്നതായ ആധാരമാണ് തൊണ്ടക്കുഴികൾ. ഇടയിലുള്ള ഇടം ചട്ടകാൽ കരിങ്കാരം തരസമാരിവിന്റെമായി ഇടിയാം വജ്രമും നിന്നൽ കൊടിയൊത്തുള്ള വാര്യധാരകളാമേഘവാദനൻ വർഷാർത്ഥമളിക്കാവിൻ്റെതായ നിങ്ങളുടെ സമ്പ്രദം നവസ്യശ്രീയും നവശ്രീയും സരസ്വയും സരസ്വയും എല്ലാം മാലിന്യമുടലകളും അഭ്രഭവന്തിരികൾ മേഘങ്ങൾ ചിവുടികൾ വർഷയന്ത്രികളും തഥാ വാരികാരയും ആ മേഘമാകദ്വാരസഭാര്യമാർ ഒരു പൂവന്റെ വളരും തളർത്ത നിർജാനമങ്ങൾ പച്ചപ്പുൽത്തകിടം കൊണ്ട് ഈ സ്ഥലം ശോഭിച്ചു സർവന നദി എന്നടങ്ങളുടെ ഞങ്ങൾ വിരമിപ്പാനിടുന്നതായി കലങ്ങി നിൽക്കുന്ന വൈക രാജ്യം കണക്കിന് നിർമ്മിച്ച് അമ്പയ്ക്ക് നൽകുവാൻ പ്രയത്നം സതതം ചെയ്യും സിദ്ധന്മാർക്ക് വൃന്ദവൻ സ്വഭാര്യമാർക്ക് തത്ര വാഴുന്നോരമാണരായി ഇതിന്റെ നമ്മളങ്ങനെ 6 കോട്ട പിന്നിട്ടിരിക്കുകയാണ്. വിശുദ്ധിയും കഴിഞ്ഞു. ഇനിയും കൽപ്പവൃക്ഷം സന്താനം ഹരിചന്ദനം. 6ാമത്തെ കോട്ട കഴിയുമ്പോൾ കാണുന്നതാണ് മന്ദാരം എന്ന് പറയുക. ഈ 6ാമത്തെ കോട്ട കഴിഞ്ഞ് 7ാമത്തെ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ ഭ്രൂമധ്യമാണ്, ആജ്ഞാചക്രമാണ്. അതുകൊണ്ട് 2 പുരികങ്ങളുടെ മധ്യഭാഗത്തായി 2 ഇതളുള്ള താമര വിരിഞ്ഞു നിൽക്കുന്നതായിട്ടും അതിൻ്റെ നടുഭാഗത്ത് നല്ലപോലെ വെളുത്ത ഒരു പ്രകാശം നിൽക്കുന്നതായിട്ടും കാണുക. ആ പ്രകാശത്തിൽ ദേവിയെ സങ്കല്പിക്കുക. യോജന നീളത്തിൽ ഇപ്പോൾ മധ്യത്തിലായി പുഷ്പണിതാപൂർണം മന്ദാരമകർവാടി ശരശാന്തലക്ഷ്മിയും സിദ്ധന്മാരും പത്നി വൃത്യകിടത്തോട് ഇതിനുമപ്പുറത്തായിട്ട് 7 യോജന ദീർഘമായി മന്ദാടികൾ കുടിച്ചോടി ശോഭിച്ചു. ഇവയ്ക്കിടയ്ക്കായി ഓം ശ്രീ മഹാദേവി ഓം ശ്രീ മഹാദേവി ഓം ശ്രീ മഹാദേവി. 7ാമത്തെ കോട്ട എന്ന് പറയുന്നത് ഭൂമധ്യവാണി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ബാക്കിയുള്ള കോട്ടയിലൊന്നും താമരയും നമ്മൾ ആജ്ഞാചക്രത്തിൽ നിന്നും ദ്വാദശാന്തസ്ത്യം സത്യം എന്ന് പറയും. അതായത് 12 വിരൽക്കിട എത്തിക്കഴിയുമ്പോൾ സഹസ്രാര പത്മത്തിലെത്തും. അതാണ് ദ്വാദശാന്തസ്തം എന്ന് പറയുക. അപ്പോൾ ഓരോ വിരൽക്കിട മുകളിലായിട്ട് ഓരോ ആധാരങ്ങളെ നമ്മൾ സങ്കല്പിക്കണം. ഇനിയും വരുന്നത് ബിന്ദു എന്ന് പറയുന്നതായ ആധാരമാണ്. തങ്കം കൊണ്ടാണ് കഥയിൽ പറയുക, തങ്കം കൊണ്ടുള്ളതായ കോട്ട. നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ബിന്ദു നമുക്കല്ലേ, അതായത് നമ്മുടെ ഭൂമധ്യത്തിൽ നിന്നും ഒരു വിരൽക്കട മുകളിലായിട്ട് വരും. ഇങ്ങനെ 12 വിരൽക്കടയിലാണ് സഹസ്രാര പത്മം എത്തുക. അതുകൊണ്ട് ഓരോ വിരൽക്കട മുകളിലായിട്ട് നിങ്ങൾ ഇങ്ങനെ ദേവിയെ കണ്ടുകൊണ്ട് പോവുക. രാഗവായ്പവരെ കൂടി ഇണക്കിക്കൊണ്ടതിൽ നാഥനായി വാഴൂ സകടം ശ്രീമാൻ അവന്റെ 2 ഭാര്യമാരിക്ക് വാഴും ചിത്രമില്ല ജാതിപ്രതക്കാരികൾ ഈ ദീർഘമായി തനിത്തോ കൊണ്ട് തീർത്തവരിൽ സർവ
ഇനി നമ്മള് 9ാമത്തെ കോട്ടയിലേക്ക് പോകുകയാണ്. അത് പുഷ്യരാഗം കൊണ്ടുള്ളതായ കോട്ടയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അർദ്ധചന്ദ്ര എന്ന് പറയുന്നതായ ആധാരമാണ്. നമ്മള് ഭൂമധ്യത്തിൽ നിന്നും ഓരോരോ വിരൽക്കട മുകളിലായിട്ടാണ് ആധാരങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് കണക്ക് കൂട്ടിയിട്ട് ഓരോ വിരൽക്കട മുകളിലായിട്ട് ദീപം സങ്കല്പിച്ച് ഇങ്ങനെ പോകാൻ മുമ്പോട്ട്. അപ്പൊ ഇനി നമ്മൾ അർദ്ധചന്ദ്ര എന്ന് പറയുന്നതായ കോട്ടയിലേക്ക് കടക്കുക. ചുറ്റിലും പ്രഭാതനം മദ്യം സേവിച്ച് ശ്രീതപശ്രീയുമായ തൻഭാര്യമാരുമായി നാനാവിലാസങ്ങൾ കൊണ്ട് നാനാഗ്ര സമേതനായി രമിച്ചു ആനന്ദത്തോടുകൂടെ പരിവാരങ്ങളും സ്വസ്വകുടുംബങ്ങളുമായി സദാവാണോ മഹാചന്ദ്രഗതിൽ സപ്തയോജനാവർത്തിപ്പോ പുഷ്യരാകാരം ശിവേ സർവാർത്ഥ സാധികേ ശരണ്യഗ്രം ഇനി നമ്മള് 10ാമത്തെ കോട്ടയിലേക്ക് പോവുകയാണ്. അടുത്ത അധ്യായത്തിലാണ് വരിക. പത്മരാഗ കല്ലുകൊണ്ടുള്ളതായ കോട്ടയാണത്. രോധിനി എന്ന് പറയുന്നതായ ആധാരം നമ്മുടെ ശരീരത്തിനകത്ത്. രോധിനി എന്ന് പറയുന്ന ആധാരം ഭാഗ്യലോകത്തില് പത്മരാഗ കല്ലുകൊണ്ടുള്ളതായ കോട്ട എന്ന കഥയില് അവിടേക്ക് പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട് ആ കോട്ടയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയും കാവും കുളവും കുസുമവാടി വൃക്ഷങ്ങളും വൃക്ഷമല്ലികളും വന്ദീതടങ്ങളും ആടിപ്പറക്കും പറവക്കൂട്ടവും നിർത്തടാകവും ആമതം കെട്ടപ്പോൾ സർവം ഗന്ധവർണ്ണമുജ്വലം മണ്ഡപസ്തംഭം നിർഭയ കമലങ്ങളും കോട്ടിക്കുള്ളിലും സിന്ധൂരാഭം മനോഹരം സംഗ്രഹം സംഗ്രഹിക്കാൻ ചൊന്നതിനെ കാണും തേജോലക്ഷണം സ്മൃതം പ്രതി ബ്രഹ്മാണ്ഡമിടമാതിപ്പാനന്മാരശേഷവും സമഷ്ട്യാത്മകരായി വാഴ്വോനാനാഗണാന്തം പൂർവാശീലിൽ സമുത്തുംഗ ശൃംഗയാമരാമനം വിവിധോദ്യാന സമ്പന്നം നസിപ്പോതത്ര ശത്രും സ്വർഗസ്ഥാനം വാഴും ചലക്രതോ ഓരാമിച്ച തേജസാംസിക്കാം സീതാമധ്യത്തിലായി രാമത്തിന്മേലേറി വാസവൻ വാഴുന്നവൻ വജ്രവുമായി പ്രതാപത്തോട് സർവദം ശശിയും തത്ര വാഴ്ന്നു ദേവനാരി സമയതേ സ്വകാസുകളോടൊത്ത് വാഹനം മല്യമുള്ളിലായി നിജവാഹന ഭൂഷാദിയോട് ദേവഗണത്തോടും വാഴുന്നവരുടെ സമതം സ്വന്തം പുരീലെന്ന പോലെ ഇതിന്റെ കോണിലായി സർജാന്തരണ്യമൻ ചിത്രഗുപ്താദിയാം തന്റെ പരിവാരം തുടർന്നതാം നിജശക്തിയോടും കൂടി ഉത്ര വാഴുന്ന സന്തതം രാക്ഷസാമൃതനായി ഭദ്രപാണിയായി പ്രഭാവത്തോടും അതിർത്തികോണികൾ വാഴുമോ നിർത്തിയ മഹാൻ സർവ ഐശ്വര്യങ്ങളും കൊണ്ട് നിജ യാദവഗണത്തോടും വാരുണീമത്തനായി പാശവസ്തനായി പ്രതാപിയായി മഹാമത്സ്യസമാരൂഢനായ ഒരായാതസാമ്പതി വരുണാരിയോടും വാഴുമത്ര വാരുണദിക്കിലും പ്രാണായാമൃതന്മാരാം യോഗ്യമാരത്ത് സർവദാ വായുകോണിലും വായുലോകത്തിൽ ഗജകസ്ഥനായി മൃഗവാഹനമായി ദേവൻ വിസ്തൃതലോചനോ മരുക്കണത്തോടും വാഴ്വോണ ശക്തി സമന്വിതം വടക്കൊട്ടുമുഖത്തായി വൃദ്ധിയും പൂർണ്ണരാജന്മരാധിപൻ ശംഖാദിയ നിധികളും പദമായി ശക്തിയുക്തനായി മണിഭദ്രൻ പൂർണ്ണഭദ്രൻ മണിമാൻ മണികന്ധരൻ മണിഭൂഷൺ മണിസുരുക്കി മണികാർമുഖാധാരകൻ ഏവം സേനാനിമാർക്ക് സദാ വാഴുന്ന മണ്ഡപം അനർഘരംഗചിതം രുദ്രലോകം മഹത്തരം
വിശാലത്തോടെ വർത്തിപ്പവും ശ്രീരന്ദ്രണ്ടത്ര ഒഴുകിയ പുഷ്പഭാഗത്താമനാടിതൂക്കിയും കുലവില്ലുമായി എല്ലാളികൾക്കും നടുവിൽ സദാ കോപിഷ്ടവംശം സ്വതുല്യനായി ശൂലഹസ്തന്മാരായ വികൃതാസനായി ദൈവമിക്കും ഘോരവക്രങ്ങളും 10 കരങ്ങളും കൊണ്ടോരായ 100 കാലും ദശഗ്രീവകളും പൂണ്ടേ ദശഗ്രീവകളും പൂണ്ടോരായി 1000 മുക്കണ്ണും കൊണ്ട് നിൽക്കുന്നോരായി രുദ്രാധ്യായം എന്നതാം വിധം നിന്ന് ചോടപ്പെട്ടായി രുദ്രാണി കോടീന്ദ്രമേ ഭദ്രകാളിയാദിനാരാ ശക്തികളത്തോടും വീരഭദ്രാദികളോടും പ്രഥമാദികളത്തോടും ഭൂതസംഘത്തോടും കൂടി പുലിത്തോനാട് ആനത്തോന്നും ഉത്തരീയവും മക്കളും ഉത്തരീയവും വിധം തലയോട്ടിമാല പാമ്പ് കഴുത്തിൽ പാമ്പ് കയ്യിലും ചിരാഭസ്മം തന്നുടലിൽ മുഴുകേ ഭിന്നവസുകൾ തൻകർണം ഭേദിക്കുവാൻ സംഘം കടുത്തുടിയടിക്കും ഘോരാട്ടഹാസം മുഴക്കി ഈശാനദിക്കൽ ഈശാനാവിൽ വർത്തിപ്പൂപതേ മണിദ്വീപവന്ദനം 10-ാം അധ്യായം കഴിഞ്ഞ് 11-ാം അധ്യായം വ്യാസൻ പറഞ്ഞു ഈ പുഷ്യരാഗക്കോട്ടയ്ക്കും അപ്പുറം കുങ്കുമായി പത്മരാഗക്കോട്ട നിൽപ്പൂ മധ്യഭൂമി ദുഃഖിതം ഓം ശ്രീ മഹാദേവി ഓം ശ്രീ മഹാദേവി. സുഹൃത്തുക്കളെ 10 കോട്ടകൾ പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ 11ാമത്തെ കോട്ടയിലേക്ക് കടക്കുകയാണ്. ഗോമേതകം എന്ന് പറയുന്ന രക്തം കൊണ്ടുണ്ടാക്കിയതായ കോട്ടയാണ് കഥാരൂപത്തില് നമ്മുടെ ശരീരത്തിനകത്ത് നാദ എന്ന് പറയുന്നതായ ആധാരമാണ്. ഇനി നമ്മൾ ആ കോട്ടയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും നാമം ചൊല്ലിയിരിക്കുക. ശ്രീ മഹാദേവേ ദശയോജനാൽ മുക്കം ഗോപുരം മടിവാതിലും തോളും പണ്ടവും സങ്കീർത്തുണ്ടാവണിയാൽ കൃതം അതിനാൽ മധ്യത്തിൽ നാദായുധങ്ങളും രത്നഭൂഷയും ഭൂഷണപാഠം കലകൾ 6 4 പെണ്ണുകാലം കൊണ്ട് ലോകം പ്രത്യേകമായ അവർക്ക് ഓരോ പേർക്കുമുണ്ട്. ആ ലോകത്തിൽ പ്രചണ്ഡനം ദുഃഖതേജസ്വരം പാദനത്തിലും സുഗണത്തിലും മാറിയാണ് നാമങ്ങൾ ഓരോന്നും കേൾക്കപ്പെട്ടവർ. പിങ്കളാക്ഷി വിശാലാക്ഷി വന്ദിപിന്റെ സമൃദ്ധിയും വൃദ്ധാസ്വരാസ്വതകളും മായാസഞ്ജം ലോകദാത്രി സാവിത്രി ഗായത്രി ഹരിപ്രിയ വിമലാമൃതേ അരുണാരുണമാസതി പ്രകൃത്യർക്ക വികൃതർക്ക സ്വസ്തി സ്ഥിതി സംപ്രതിഭാര ഹംജീവനകൾ വർത്തികാവിധമന്ത്രിദേവമാതാ ഭഗവതി കമലാസനദേവകി ത്രിമുഖി സപ്തമുഖകൾ സുരാസുരമർദ്ദിനി ലംബോട്ടകളാൽ ഊർദ്ധകേശി ലഘുശീർഷയാതരി ഹൃദയകാക്കിയാൾ പിന്നെ ശശീരേഖാക്കി ചേർന്നോൾ പിന്നെ പൗർണമേകാക്കി പിന്നെ വികരമേകാക്കിയോൾ മുൻപിൽ ഭുവനമാലാക്കി പിന്നിലായി വദനാവര് അനക്ക അനക്ക വദന അനക്ക മേഖലയാതന അനക്ക കുസുമാവിക്ക വിശ്വരൂപ സുരാർത്തിക ക്ഷേത്രി മറ്റോപ്യശക്തിനന്തരം നത്യമാതിരിയം ഭിന്നപകരൂപ എണ്ണട്ടാകിന്റെ ശക്തികൾ തീരുമാനങ്ങൾ ചുക്കാളത്തങ്ങളാണ് ജലമാകെ കുടിച്ചേക്കാം സംഭവിക്കാം കൃഷാനുവേ സ്തംഭിപ്പിക്കാമായി ഈ ലോകമൊക്കെ വിഴുകണം ചെന്തിക്കണ്ണാണ്ടവർ പോരിൽ മുസൽമാരായിട്ട് അമ്പും വില്ലും ധരിച്ചവർ ദിക്കുന്നു ചെകിടടപ്പിക്കും പണ്ടം തപ്പിച്ചോർ പൊക്കിക്കെട്ടി ഓരോ ചൂടൻ കൊടിക്കെട്ടിൽ ഇവർക്ക് ഓരോ പേർക്കുമുണ്ട് 100 അക്ഷൗകടി എന്നോരും ബ്രഹ്മാണ്ഡത്തിൽ ചൂടാൻ അവരിൽ ഏകിയും 100 അക്ഷൗകടിയും കോട്ടയ്ക്കകത്തുണ്ട് സർവ്വ സാമഗ്രി കണക്കില്ലാതെയുണ്ട് അങ്ങ് തേടി വെച്ചും കൊടുത്തത് മലയാളങ്ങളും ഞാനും സൈന്യസക്തിയും ഇക്കോട്ട് മതി സുഹൃത്തുക്കളെ 12ാമത്തെ കോട്ടയിലേക്ക് പോവുകയാണ്. വജ്രം കൊണ്ടുള്ളതായ കോട്ടയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് നാദാന്തം എന്ന് പറയുന്നതായ ആധാരമാണ്.
എല്ലാവരും ഭഗവതിയെ മനസ്സിൽ കണ്ടുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് കോട്ട കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെമ്പരത്തിക്കിടും വർണ്ണമാണ് മക്കോട്ടതണ്ടകം വർത്തിക്കും കെട്ടിടം സർവം ഗോമേരം കൊണ്ട് തീർത്തരാം തൂണും കാവും പക്ഷികളും വൈകുകളും കുളമന്ത്രവ ഗോമേരത്തിന് സന്തോഷപ്രഭവന്നു സർവനാമകാദേവനും 32 ഉണ്ട് എന്ന് വസിക്കുമോർ ഗോമേരഭൂഷണം പൂണ്ടോർ ഏവരും ഗോമേരക്കോട്ടതനുള്ളിൽ ഓരോ നേസത്തിലാന്ത്രമ ആധിപത്യം കൊണ്ട് വിശാലാസികളാമിവർ കണ്ണും ചക്രം കരച്ചിലും കൂട്ടി നിൽക്കുന്നവര് അവരെ പോലി പൂസുകയും ലക്ഷം ഒറ്റക്കിടക്കാതെല്ലാം കല്യാണം ദേവിമാർ ഓരോരുത്തർക്കും നൃപതുങ്കവ അക്ഷുഗണിയുണ്ട് എന്ന് വർണ്ണിക്കാനാണ്. അതൊക്കെ ഞാൻ പേരിന്റെ വാഹനങ്ങൾക്കുമില്ല എണ്ണം ദേവിമാരമർ പോലും സാമഗ്രികളെല്ലാം ഒത്തിങ് വാഴുമ്പോ സർവനാഭാവങ്ങൾ മൊക്കും വ്രതൻ ഓരെല്ലാവരും ഒരുവൻ വിദ്യയും ശ്രീ പ്രജ്ഞാപുഷ്ടി സിനിവാലി തഥാകുഹോ രുദ്രാവീര പ്രഭാനന്ദഭൂഷണേ ൃദ്ധിരമാർ ശുഭകാളരാത്രി മഹാരാത്രി ഭദ്രകാളി കവർജിനി ശുംഭാദിത്രി വികൃതി മഹിഷാർജിനി മുണ്ഠിനി ശിഖണ്ഡിനി ദണ്ഡിനികൾ എന്തു ഖണ്ഡയമഗുതം ഇന്ദ്രാണി രുദ്രാണി തഥാ ശങ്കരാർത്ഥ ശരീരിണി ത്രിശൂലിനി തഥാ നാരായണി മാലിനി നാരിയും ഹരേ അംബികാ ഘാത്രികളും ശക്തികളും മന്നവാ കോപിച്ചാൽ പോലെ വലിയ ബ്രഹ്മാണ്ടത്തിൽ തകർക്കുമോ നിശ്ചയം ഈ കോട്ടങ്ങപ്പുറം കാണാം പ്രാകാരം ദശയോജന ഭക്തത്തിൽ ഭൂപുരമാർന്നതായി ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ നാരായണ നമോ സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, ഇനി നമ്മൾ 13ാമത്തെ കോട്ടയിലേക്ക് കടക്കുകയാണ്. വൈഡൂര്യം കൊണ്ടുള്ളതായ കോട്ടയാണ്. നമ്മളുടെ ദേഹത്തിലേക്ക് വരുമ്പോൾ ശക്തി എന്ന് പറയുന്നതായ ആധാരമാണ് വൈഡൂര്യം കോട്ട, 13ാമത്തെ കോട്ട. എല്ലാവരും ഭക്തിയോടുകൂടി ദേവിയെ ധ്യാനിച്ചിരിക്കുക. ജനപുക്കത്തിൽ ഗോപുരദ്വാരമാർഗതായി കവാട ശൃംഖല ആ കോട്ടയ്ക്കുള്ളിൽ മണ്ഡപം മൃഗങ്ങളും പാതകളും തെരുവും രാജവീതിയും ഗാവും മരങ്ങളും മാൻകൂട്ടങ്ങളും കിണർ പൊയ്കയും നീർച്ചോരയും തടാകങ്ങൾക്കോ കുളവും ഏറെ സുപ്രഭം ഈ കോട്ടത് ഏരമയമാകും ഭൂമി മകമക്കളായി ദേവി തന്നിട്ടോ തോണികൾ ലക്ഷം ഓരോരുത്തരും അങ്ങനെ നിൽക്കുന്നു. നൽകി ചെറിയും പാനപാത്രവുമായി ചിലർ താമ്പൂർപാത്രങ്ങൾ കയ്യിൽ കൊണ്ടുമതിക്കുകയും ചിലർ കയ്യിൽ ചത്രവുമുണ്ടോ, ചിലർ ചാമരമാണ്ടവർ, ചിലർ ആളുകൾ കണ്ടോ, ചിലർ പൂക്കൾ എടുത്തവർ, കണ്ണാടിയും കൺമഷിയും സിന്ദൂരം ചെപ്പുമായി ചിലർ കൊങ്കുമത്തും കുറിക്കൂട്ടും പിടിച്ചു, ചിലർ നിൽക്കുക പത്തിക്കീറ്റണിയിക്കുന്നോർ, ചിലർ കാല് തലോടുന്നോർ, ചിലർ പൂമാല തീർക്കുന്നോർ, ചിലർ മാലകൾ ചാർത്തുവോർ, ചിലർ ഭൂഷകൾ കൈയാണ്ടോർ, അണിയിപ്പിക്കുവോർ, ചിലർ വിലാസചാതുര്യമേവം കൊണ്ടോർ ദാസികൾ 8 പേർ, മറ്റുള്ളവരെങ്കിലും ഓരിട്ടൊരുങ്ങി തന്നെ നിൽക്കുവോർ. ദേവി കൃപാവേശമുണ്ടെന്നതിനാൽ ഉള്ളായി ഗണിക്കുമാ സർവ ശൃംഗാരമതാന്തകൾ ദുതിമാരവർ 8 പേരിൽ കേൾക്കുക ഭൂപതി അനങ്കരൂപാഗ്യം. പിന്നെ അനങ്കമദനാഭിതം 3ാമത്തെ ദൂതി ചാരുരൂപയും മദനാതുരം. പിന്നെ ഭുവനഭീകാഗ്യം തഥാ ഭുവനപാലിക അനങ്ക സർവശിശിരാഖ്യകളും തഥാ അനങ്കമേഖലയും തൊഴിമാരവർ 8 പേർ കാലിൽ ചിലമ്പും വരയിൽ തിരുങ്ങും മണികാഞ്ചി തൂമിന്നൽ കാന്തിയും കൊണ്ടുകയിൽ ചൂരലുമായി സദാ തിരക്കിട്ടു നടക്കും നിതങ്ങുമിങ്ങും സമർത്ഥികൾ. പ്രാകാരത്തിൻ പുറത്തെട്ട് ദിക്കിനായി അവർ ഗൃഹം വിരാജിപ്പൂ വിവിധ വാഹന ശസ്ത്രാസ്ത്ര സഞ്ചിതം. ഈ വച്ചത്തോട്ടം കാണാം വൈഡൂര്യനിർമ്മിതം സാല സഘോരദ്വാരം
ശ്രീ മഹാദേവി ഭക്തജനങ്ങളെ, നമ്മൾ ഇനിയും 14ാമത്തെ കോട്ടയിലേക്ക് പോവുകയാണ്. ഇന്ദ്രനീലം കൊണ്ടുള്ളതായ കോട്ടയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ വ്യാപിക എന്ന് പറയുന്നതായ ആധാരമാണ്. നമ്മൾ ആ കോട്ടയിലേക്ക് പോകുന്നു. എല്ലാവരും ഭക്തി പുരസ്സരം പരമേശ്വരിയെ ഭൂമിയിൽ പാതകളും വൈഡൂരി നിർമ്മിതം നദീതടങ്ങൾ ഉളവും വൈകൈ കിടന്നത്ര വൈഡൂരി മണികൽപ്പിതം പ്രതിബ്രഹ്മാണ്ഡമാതാക്കൾ വട്ടിസ്വരൂപങ്ങൾ ബ്രാഹ്മീണത്തിലുള്ള മാതാക്കൾ 8 വശങ്ങൾ സുഗണങ്ങളോടും തേജസ്സുമാണേ ബ്രാഹ്മീ മഹേശ്വരി കഥാകുമാരീയതമൈത്തമേ ആരാഗീന്ദ്രാണ് പിന്നിച്ചാമന്റെ ഇവിടെ പേർ കേട്ടാമതായി മഹാലക്ഷ്മിയെ ആകാരത്തിൽ ബ്രഹ്മദ്രാദികളോടും തുണീവർ ലോകല്യാണം അണിഞ്ഞൊരുങ്ങി ശ്രീദേവി വാഹനങ്ങളെ ശേഖരവും നിൽക്കൊണ്ട് ഈ കോട്ട നിന്നാല് പടി വാതിൽക്കുന്നത് കോടിക്കണക്ക് ലക്ഷങ്ങൾ വല്ലക്കത്തിന് വീരും കാളം മയിൽ വാദം മണിക്കൂർ മറക്കുന്നത് കോടിയോ പിന്നണിപ്പടയും കോടിക്കണക്കിന് മഹാത്മജങ്ങളും താരാചന്ദ്രങ്ങളും അണിഞ്ഞതായി വിമാനമോടി ശക്തിപ്പൂവാദ്യഘോഷവും വൈഡൂരി കൊണ്ട് പിന്നിട്ടാലും മറ്റൊരു പദ്ധതി ഇനി നമ്മള് 15ാമത്തെ കോട്ടയിലേക്ക് പോവുകയാണ്. മൗക്തികം കൊണ്ടുള്ളതായ കോട്ടയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ സമാനം എന്ന് പറയുന്നതായ ആധാരമാണ്. ആ കോട്ടയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എല്ലാവരും ഭക്തി പുരസ്സരം ശ്രവണമംഗല്യം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഈ കോട്ടകൾ മധ്യഭൂമിയും കെട്ടിടങ്ങളും ഭാവിതടാകങ്ങളും ഇന്ദ്രനീല മനോഹരം ജ്വലിക്കും വിസ്തൃതം നിൽപ്പൂ സുദർശനം മൂലവനാനതലത്തോടും ഈ ദളങ്ങളിലായി സർവസമൃദ്ധികളും സദാ ശക്തികൾ അവളുടെ പേരുമോനാം കേട്ടാലും വസന്തമകരാളി പിന്നെ വിഗ്രേ ലക്ഷ്മി സ്മൃതികൾ മേധകന്മാരിയ കാന്തി ശ്രദ്ധാദ്രജി മതി എന്നിവരാണവർ കരിങ്കാന്തരമങ്കയിൽ വാഴും ഖേടകമാണ്ടവർ യുദ്ധക്കുറി കൊടുത്തുള്ളോർ തുല്യശക്തികളെന്നവർ ശ്രീദേവി തന്റെ സേനാനായികമാരി പറയുന്നവരും ബ്രഹ്മാണ്ഡ ശക്തികൾക്കെല്ലാം അഭിനാദികനാഥകളായി അവർ അധിനാഥകളായവർ നാനാശക്തി കൊടുത്തു നേരിലേറെ ആധിപത്യം നിർമ്മിക്കാൻ പോലും ഇവർ തന്നെ സക്രിയാൽ ശേഷനുമാകാൻ വർണ്ണിക്കാൻ ഇവർ തന്നെ ഭീമവിക്രമം ഇന്ദ്രനീല കോട്ടയിൽ കടന്നാൽ വിസ്തൃതം മുത്തിൻ പ്രാകാരമുണ്ട് ഇനി നമ്മള് 16ാമത്തെ കോട്ടയിലേക്ക് പോവുകയാണ്. മരതക രക്തം കൊണ്ടുള്ളതായ കോട്ടയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഉമ്മാന എന്ന് പറയുന്നതായ ആധാരമാണ്. ആ ആധാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്രീദേവിക്കുള്ള യുദ്ധങ്ങളും സർവഭോഗവും സജ്ഞാനശക്തിയാ ഗ്രഹിച്ചു ദേവിയോടോതുന്നോരാം മന്ത്രിമാരി ശ്രീദേവി തന്നിങ്ങൾ അറിഞ്ഞു
പരിചര്യകൾ സദാ ചെയ്തും കൊണ്ടോ നാനാശക്തികളായി നിർഭം എന്തിനും പോരുപോരായി വർത്തിപ്പു സുന്ദരാങ്കിലും അവർ തൻ പേരുമോദാം കേട്ടുകൊള്ളുന്നു അനംഗ കുസുമാഭിജ്ഞാനംഗ കുസുമാതുരം അനംഗമദനാഭിജ്ഞം അനംഗമദനാതുരതാപുവനഭാലോക്യഭിഗനവേദി ശശിരേഖാഖ്യം മതിൽ പരം ഗഗനരേഖയും പാശാന്തീതികളും കുങ്കുമവർണ്ണവും പ്രദക്ഷിണം വിശ്വഭാഷ ദേവിയോടോ കാണാം ഓം ശ്രീ മഹാദേവി ജഗദംബേ. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ 17ാമത്തെ കോട്ടയിലേക്ക് പോവുകയാണ്. പവിഴക്കോട്ട, മഹാബിന്ദു എന്ന് പറയുന്നതായ ആധാരം. കഥയിൽ പവിഴം കൊണ്ടുള്ള കോട്ട, നമ്മുടെ ശരീരത്തിനകത്ത് മഹാബിന്ദു എന്ന് പറയുന്നതായ ആധാരമാണ്. നമ്മൾ ഇനിയും ആ കോട്ടയിലേക്ക് കടക്കുകയാണ്. സർവോത്കൃഷ്ടം കോട്ടയും തഥാ മദ്യഭവും കെട്ടിടവും പഞ്ചക്ര സർവവേദങ്ങളും തഥാ ശ്രുതി സ്മൃതി പുരാണങ്ങളൊക്കെയും പാടൂ ബ്രഹ്മാതിവിതാരങ്ങളൊക്കെയും കൂട്ടം നിത്യം ഭജിക്കും ഞാൻ ശംഖചക്രകലാർജങ്ങളുണ്ട് സാവിത്രി ശ്രീ മഹാവിഷ്ണു വാഴൂ ലക്ഷകോടത്തിലെഴുതാം വിഷ്ണുവിൽ മത്സ്യപൂർണ്ണാദി അവതാരങ്ങളൊക്കെയും വാഴൂ സാവിത്രി അവതാരങ്ങൾ മംഗളാഭേദങ്ങൾ മഴുമക്ഷമാലയ ദക്ഷിണാമൂർത്തികളുള്ള രുദ്രഭേദങ്ങളും തഥാരത്രമാണോ പാർവതി അവതാരങ്ങളും 4 മാനവങ്ങൾ അന്യാഗമങ്ങളും ഉടകൊണ്ട് വിടത്തിക്കും നിരന്തരം മടിപ്പെട്ടകവും ഗ്രന്ഥവും ധരിച്ചു സുഗണത്തോടും ാരാപുരങ്ങൾക്കതിനായകോടത്തിൽ വാടുന്നു. മഹാലക്ഷ്മി സമേതനായ തൊട്ടിലും നമ്പം കൊണ്ട് നിരന്തരന്മാരുടെ മെക്കിലായി വാഴൂ മതന്തരീസംവിധുടവുണ്ടവിടത്തിടമാടൂ ശൃംഗാരമൊക്കെയും ഈശാരകോണിൽ വാഴൂ വീരം വിക്രമ സമസ്ത വിഭൂതിയിടം സരസം ദിവസിക്കുന്നു. ബ്രഹ്മാണ്ടങ്ങളിലെ സർവബ്രഹ്മാദികളെ പൂജകമേ ഈ സൂര്യകളായ സജ്ജനങ്ങളെ, ഇനി നമ്മള് സഹസ്രാര പത്മം എന്ന് പറയുന്നതായ 18ാമത്തെ കോട്ടയിലേക്ക് കടക്കുകയാണ്. നവരത്ന നിർമ്മിതമാണ് കഥയിൽ ആ കോട്ട. നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ സഹസ്രാര പത്മം എന്ന് പറയുന്നതായ കോട്ടയാണ്. തലയുടെ ഉള്ളിലായിട്ട് സഹസ്രാര പത്മത്തെയും നമ്മുടെ മദന കാമേശ്വരിയായിരിക്കുന്ന ഭഗവാൻ മദന കാമേശ്വരനായിരിക്കുന്ന പരമേശ്വരന്റെ മടിയിൽ വാമാങ്കത്തിലിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുകയാണ്. പവിഴം തന്നെയാ മധ്യവിടങ്ങളും തന്മധ്യഭൂവിൽ കൊണ്ട് കഞ്ചപഞ്ചഭൂരാതിരേ മഹോചഷ്മയുമെല്ലാവരും പഞ്ചമൂല സമരൂപം മാണ്ടവർ പവിഴത്തോ സർവാത്മസാദിയെ ശരണ്യം
കിരീടം സൂര്യകാന്തകല്ലുകളും ചന്ദ്രകാന്തോപലങ്ങളും മിന്നൽ പിണർക്കല്ലുകളും കൊണ്ട് നിർമ്മിച്ച നൂലുകൾ സദാധൂപദീപ്തികാലമങ്ങാൻ നോക്കാൻ ഒരാൾ നാനാപ്രകാരവർണ്ണനമെന്ന 11-ാം അധ്യായം സമാപ്തം. ഇനി നമ്മള് ഭഗവാനെയും ഭഗവതിയെയും സാക്ഷാത്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ദേവീ ഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. അവിടെ ആ മഞ്ചത്തിനകത്ത് ആ മദനകാമേശ്വരനെയും മദനകാമേശ്വരിയെയും നമ്മൾ ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും മഞ്ചത്തിലിരിക്കുന്നതായ ഭഗവാനെയും ഭഗവതിയെയും മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധിയെ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമസ്തുതേ എന്ന് മന്ത്രം ജപിച്ച് ശാന്തരായിട്ട് എല്ലാവരും ഇരിക്കണം. നമ്മളുടെ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ രംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബഹളം വെക്കരുത്, വർത്തമാനമൊക്കെ നമുക്ക് പിന്നെ പറയാം. ദേവിയെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഞാൻ പറയുന്നത് പോലും നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾക്ക് വർത്തമാനം പറയാനുള്ള ധൃതിയിലാണ്. ദേവി അമ്മമാരെ ഒന്ന് ശാന്തമായിട്ടിരിക്കും. ശാന്തമായിട്ടിരുന്നു കൊണ്ട് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. നമ്മളെ ഏറ്റവും ശാന്തമായിട്ട് കേൾക്കേണ്ടുന്ന ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗമാണ്. എല്ലാവരും ശാന്തമായിട്ടിരുന്ന് കേൾക്കുക. ഓം സംപ്രതിഷ്ഠം ദേവീ ഗ്രഹത്തിൽ നടുവിൽ സർവവിധമായിരം കൽപ്പട്ടം കാണാം. ശൃംഗാരമണ്ഡപം പിന്നെ മുക്തിമണ്ഡപം ജ്ഞാനമണ്ഡപം ഏകാന്തമണ്ഡപം നാലാമത്തേതായി പ്രകീർത്തിതം. നാനാ ധൂപസുഗന്ധങ്ങൾ വിധാനങ്ങൾ മറ്റതായി കോടി സൂര്യപ്രഭയോടും ശോഭിക്കുന്ന നാനാവുമായി ഇവയെ പകർത്തും നിൽക്കുന്നു. കാശ്മീരവനെങ്കിലും കുന്തമല്ലി പുഷ്പപാടികളും